നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ 2024 നവംബർ 24 മുതൽ 30 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ വാരഫലത്തെ പറ്റിയാണ് പറയുന്നത്. അശ്വതി, പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും. ജീവിത പങ്കാളിക്ക് അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. പറയുന്ന വാക്കുകൾ ഫലപ്രദമായി തീരും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. ആരോഗ്യം ഗുണകരമായിരിക്കും. ഭരണി, സുഹൃത്തിൻ്റെ പുതിയ സംരംഭത്തിന് ആശംസകൾ നേരും. ഔദ്യോഗിക ചുമതലകളാൽ കുടുംബത്തിൻ്റെ കാര്യത്തിൽ മറവിയുണ്ടാകും. ഗതാഗത നിയമം തെറ്റിക്കുന്നതിനാൽ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കാർത്തിക, ദൂരദേശത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും. സാങ്കേതിക തടസ്സങ്ങളാൽ വിദേശയാത്ര മാറ്റിവെക്കും. ജാമ്യം നിൽക്കരുത്. സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണിത്. ആരോഗ്യവും ശ്രദ്ധിക്കുക. രോഹിണി, വിദേശത്തേക്കുള്ളവർക്ക് സ്ഥിര താമസത്തിനുള്ള അനുമതി ലഭിക്കും. വിതരണ മേഖലയിൽ ഉണർവുണ്ടാവും. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കുക. എന്നാൽ മത്സര പരീക്ഷകളിൽ വിജയം കാണുന്നുണ്ട്. മകയിരം, ഏറെക്കുറെ പൂർത്തിയായ ഗ്രഹത്തിൽ താമസം തുടങ്ങും. ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം ഉപരിപഠനത്തിന് ചേരും. ആരോഗ്യം ഗുണകരമായിരിക്കും. വാഹനയോഗം കാണുന്നുണ്ട്. തിരുവാതിര, ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുന്നതിനാൽ സംതൃപ്തി ഉണ്ടാവും. മംഗളകർമ്മത്തിൽ ആചാര്യസ്ഥാനം വഹിക്കും. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാവും. വാഹനയോഗം കാണുന്നുണ്ട്. പുണർദം, വരവും ചെലവും തുല്യമായിരിക്കും. പുതിയ സംരംഭങ്ങളുടെ സാധ്യതകളെപ്പറ്റി വിലയിരുത്തും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കപ്പെടും. ആരോഗ്യം ഗുണകരമായിരിക്കും. പൂയം, ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളിൽ സജീവമായി പങ്കെടുക്കും. പാരമ്പര്യ പ്രവൃത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കും. വാഹനയോഗം കാണുന്നുണ്ട്. ആരോഗ്യം ഗുണകരമായിരിക്കും. ആയില്യം, സാമ്പത്തിക അനിശ്ചിതാവസ്ഥ പരിഹരിക്കും. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടും. കാർഷിക മേഖലകളിൽ താൽപ്പര്യം വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. മകം, വാഹനം മാറ്റി വാങ്ങാൻ ഇടവരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. നടപടിക്രമങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. പൂരം, ആശ്വാസകരമായ ഘടകങ്ങൾ വ്യാപാര മേഖലകളിൽ നിന്ന് കണ്ടു തുടങ്ങും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കും. വാഹനയോഗം കാണുന്നുണ്ട്. ഉത്രം, വാഗ്വാദങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. നിരപരാധിത്വം തെളിയിക്കുവാൻ അവസരം ഉണ്ടാകും. വിതരണ രംഗത്ത് ഉണർവുണ്ടാകുന്നതാണ്. ആരോഗ്യം ഗുണകരമായിരിക്കും. അത്തം, മേലധികാരിയുടെ ആജ്ഞ അർദ്ധമനസ്സോടുകൂടി അനുസരിക്കും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും. സാമ്പത്തിക അനിശ്ചിതാവസ്ഥ പരിഹരിക്കും. അതുവഴി സാമ്പത്തിക മുന്നേറ്റവും കാണുന്നുണ്ട്. ചിത്തിര, ചർച്ചകൾ, സന്ധി സംഭാഷണം തുടങ്ങിയവയിൽ വിജയിക്കും. കുടുംബജീവിതത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാവും. ഔദ്യോഗികമായിട്ടുള്ള യാത്രാക്ലേശം വർദ്ധിക്കും. ചോതി, ഉദ്യോഗത്തിൽ ഉയർന്ന പദവി ലഭിക്കും. തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. വിശാഖം, നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നുചേരും. നിർണായക തീരുമാനങ്ങൾക്ക് വിദഗ്ധ നിർദ്ദേശം തേടും. സഹോദരങ്ങളുടെ നിർബന്ധത്താൽ പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കും. അനിഴം, വരവും ചെലവും തുല്യമായിരിക്കും.
വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി മാറും. സൽകീർത്തി വർദ്ധിക്കും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. വാഹനയോഗം കാണുന്നുണ്ട്. തൃക്കേട്ട, ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി ഉദ്യോഗം മാറ്റം ഉണ്ടാവുന്നതാണ്. ചർച്ചകൾ ഫലപ്രദമായി നിർവഹിക്കാൻ കഴിയും. വ്യാപാര വിപണന മേഖലകളിൽ ഉണർവുണ്ടാവുന്നതാണ്. വാഹനസിദ്ധിക്ക് സാധ്യതയുണ്ട്. മൂലം, അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കും. ബന്ധുക്കൾ വിരുന്നു വരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്താൻ ഇടവരുന്നതാണ്. പൂരാടം, തൊഴിൽ മേഖലകളിൽ അഹോരാത്രം പ്രയത്നിക്കും. പുത്രപൗത്രാദികൾ അവധിക്ക് വന്നു ചേരുന്നതിനാൽ ആശ്വാസവും സമാധാനവും തോന്നും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഉത്രാടം, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാവും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. വാഹനയോഗം കാണുന്നുണ്ട്. തിരുവോണം, വിദേശ ഉദ്യോഗത്തിൻ്റെ അനിശ്ചിതാവസ്ഥ കാരണത്താൽ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിലേക്ക് തിരിച്ചയക്കാൻ സാധ്യതയുണ്ട്. ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള കൃഷി സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യത. ആരോഗ്യം ഗുണകരമായിരിക്കും. അവിട്ടം, യാത്രാക്ലേശം വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാവാം. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകും. വാഹനയോഗം ഉണ്ട്. ആരോഗ്യം ഗുണകരമായിരിക്കും. ചതയം, പ്രവർത്തന മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ച അനുഭവപ്പെടും. വിദേശത്തുള്ളവർക്ക് അവധിയെടുത്ത് ജന്മനാട്ടിൽ വരുവാൻ സാധിക്കും. സാമ്പത്തിക രംഗം മെച്ചപ്പെടും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. പൂരുരുട്ടാതി, രക്തശുദ്ധിക്കുറവിനാൽ വിളർച്ച അനുഭവപ്പെടും. സാമ്പത്തികമായി വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക. മേലധികാരിയുടെ പ്രത്യേക പരിഗണനയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ഉത്രട്ടാതി, വിശ്വാസയോഗ്യം അല്ലാത്തതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും. പുതിയ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്താൻ ഇടവരും. അതുവഴി നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. രേവതി, അബദ്ധങ്ങളിൽ നിന്നും സുഹൃത്തിനെ രക്ഷിക്കും. പണയപ്പെടുത്തിയ ആധാരം തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക രംഗം മെച്ചപ്പെടും. വാഹനയോഗം കാണുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.